Welcome to a new episode of How to Improve My English Communication to Crack My Next Interview. And my name is Josna, your favorite English communication coach. Personally, എന്നെ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് കാണുകയായിരുന്നെങ്കിൽ I wouldn't be the same person. ഇത്രയും കോൺഫിഡൻസും ഈ കോൺഫിഡൻസ് ടു സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് എ ക്യാമറ ഇൻ ഫ്രണ്ട് ഓഫ് എ ലാർജർ ഓഡിയൻസ് കോൺഫിഡൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുക ഇറ്റ് വാസ് എ ലോങ് പ്രോസസ്സ്. ആൻഡ് ഈ പ്രോസസ്സിൽ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു 6 ടെക്നീക്കുകളുണ്ട്. അത് എന്നെപ്പോലെ ആ ഒരു ടൈമിൽ എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യുക. എല്ലാ ടെക്നീക്സും ഭയങ്കര സിമ്പിളാണ്, നിങ്ങൾക്ക് എന്നെ ഒറ്റയ്ക്ക് ട്രൈ ചെയ്യാൻ പറ്റും. സോ ലെറ്റ് സ്റ്റാർട്ട്. ബിഫോർ ദാറ്റ്, നിങ്ങൾ ഈ ചാനലിൽ പുതിയതാണെങ്കിൽ ഡു കൺസിഡർ ടു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ, ബിക്കോസ് ഒരുപാട് കരിയറായിട്ടും നിങ്ങളുടെ പേഴ്സണാലിറ്റി പ്രൊഫഷണലി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരുപാട് കോണ്ടന്റ്സ് ഈ ചാനൽ ഇനി വരുന്നുണ്ടാവും. സോ യു ഡു നോട്ട് മിസ് ദം. ഒന്നാമത്തെ കാര്യം ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിസണിങ് ചെയ്തു. ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ശരിയായ ഭാഷ കേട്ട് പഠിക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടികൾ എങ്ങനെയാണ് ഭാഷ പഠിക്കാറ്, ഇപ്പോൾ ജനിച്ച് വീഴുന്ന കുട്ടിക്ക് നമ്മൾ മലയാളം പറഞ്ഞു കൊടുക്കണം, അവർ ഓട്ടോമാറ്റിക്കലി ഓരോരോ കാര്യങ്ങൾ കേട്ട് ഇമിറ്റേറ്റ് ചെയ്ത് സംസാരിക്കും. അതുപോലെ തന്നെയാണ് ഏതൊരു ഭാഷയും. നമ്മളൊരു ചെറിയ കുട്ടീനെ പോലെ ആ ലാംഗ്വേജിനെ അപ്രോച്ച് ചെയ്യുക, ആദ്യം ഒബ്സർവ് ചെയ്യുക. അപ്പം ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് മൂവീസ് കാണായിരുന്നു, സീരീസ് കാണായിരുന്നു. അപ്പോൾ അവർ ചില ഫീലിങ്സ്, ഇമോഷൻസ് എങ്ങനെയാണ് കൺവേ ചെയ്യുക അത് നോട്ട് ചെയ്യും. ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് വേണ്ടി മാത്രമല്ല വാച്ച് ചെയ്തിരുന്നത്, ഞാൻ പഠിക്കുകയായിരുന്നു ബുക്കൊക്കെ വെച്ച്. ഇൻ കേസ് ചില വാക്കുകൾ എനിക്ക് അറിയില്ലെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കും എന്ന് ഊഹിച്ചു വിടാതെ ജസ്റ്റ് ആ മൂവി ഒന്ന് പോസ് ചെയ്ത് ഗൂഗിളിൽ പോയിട്ട് എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം എന്നൊക്കെ മനസ്സിലാക്കി എന്നിട്ടാണ് ഞാൻ മൂവി കണ്ടിന്യൂ ചെയ്തിരുന്നത്. സോ ഇതുപോലെ ഒരുപാട് ഒബ്സർവേഷൻ ഹാസ് ഹെൽപ്പ് മീ ടു അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ്. അപ്പം നിങ്ങളുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി, നിങ്ങൾക്കിപ്പോൾ തീരെ ഇംഗ്ലീഷ് അറിയില്ല, കോൺഫിഡൻസ് ഇല്ല എന്നാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇംഗ്ലീഷ് മൂവീസും സീരീസും ഒക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇംഗ്ലീഷ് പോഡ്കാസ്റ്റ് കേട്ട് തുടങ്ങാം. സോ ലിസ്ണിംഗ് ഇസ് മൈ ഫസ്റ്റ് സജഷൻ. രണ്ടാമത്തെ കാര്യം, പ്രാക്ടീസ് അലൗഡ്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം, എനിക്ക് ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും, എഴുതാൻ അറിയാം, വായിക്കാനും അറിയാം, പക്ഷെ സംസാരിക്കുമ്പോൾ മാത്രം അത്രയും ഫ്ലുവൻസി കിട്ടുന്നില്ല എന്നുള്ളത്. നമ്മൾ ഈ 4 സ്കിൽസും വേറെ വേറെയാണ്, ഇതിൽ നിന്ന് യാതൊരു ബന്ധവുമില്ല ഇവർക്ക്. അപ്പം നമുക്ക് സംസാരിക്കണമെങ്കിൽ നമ്മൾ എവറി ഡേ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. സോ ഞാൻ എന്ത് ചെയ്യും, ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക് എടുക്കും. ബിക്കോസ് എനിക്ക് ആവശ്യമുണ്ട്, എൻ്റെ ഒരു കരിയർ ഞാൻ ലാംഗ്വേജ് വൈസ് ആണ് സെറ്റ് ചെയ്യണം എന്നൊക്കെ എൻ്റെ ഒരു ഡ്രീം. സോ ഐ ഹാഡ് എ പാഷൻ. ഞാൻ അവിടെ എഫേർട്ട് ഇടാൻ റെഡി ആയിരുന്നു. നിങ്ങളും ഈ എഫേർട്ട് ഇടാൻ റെഡി ആവണം. 1-2 ദിവസത്തേക്കല്ല ഈ ടെക്നിക്സ് ചെയ്യേണ്ടത്, കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. സോ ഞാനൊരു മിററിൻ്റെ മുമ്പിലൊക്കെ എടുത്ത് നിന്നിട്ട് റാൻഡമായിട്ട് ഒരു ടോപ്പിക്കിൽ എല്ലാ ദിവസവും പുതിയ ടോപ്പിക്കിൽ ഇങ്ങനെ കുറച്ച് നേരം സംസാരിക്കും. ചില സമയങ്ങളിൽ ബ്ലാങ്ക് ആയി പോകും, പക്ഷെ എനിക്കൊരു ഒരു ചേഞ്ച് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെയ്തൊരു വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ യൂസ് ടു റെക്കോർഡ് മൈസെൽഫ്. ഞാനൊരു സെൽഫി ക്യാം ഓൺ ആക്കി വെച്ചിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ സംസാരിക്കും, ആൻഡ് ഐ റീവാച്ച് ഇറ്റ് അഗെയിൻ. സോ ഞാൻ സംസാരിക്കുന്നതിൽ ചിലപ്പോൾ ഭയങ്കര ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നുണ്ട്, ചില വാക്കുകൾ ക്ലിയർ ആവുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിച്ച ചില വേർഡ്സ് തെറ്റ്, ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ പോലും ഇല്ലാത്ത വാക്കുകളൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാകും. സോ അതൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്തു. സോ നമ്മളുടെ മിസ്റ്റേക്സ് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. റീവർക്ക് ചെയ്യാനും ഈ റെക്കോർഡിങ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ റീഡിങ് അലൗഡിൽ ഞാൻ ചെയ്തൊരു കാര്യമാണ് പുസ്തകങ്ങൾ ഒച്ചത്തി വായിക്കായിരുന്നു. അത് മീനിങ് മനസ്സിലാക്കി വായിച്ചു പോകുന്നതല്ല, ബിക്കോസ് കുറച്ച് ടൈം എടുക്കും നമുക്കൊരു റീഡിങ് ഹാബിറ്റ് ഒക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ടൊക്കെ, ഇഫ് യു ആർ സംബഡി ഹു ഹാവ് ഇൻ സ്റ്റാർട്ടഡ്. സോ ഞാൻ ചെയ്തിരുന്നൊരു കാര്യം, ഞാൻ ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ബുക്ക് ഒരു 10 minutes ഒച്ചത്തി വായിക്കുമായിരുന്നു. സോ ഇറ്റ്സ് കൈൻഡ് ഓഫ് എ മൗത്ത് ജിം വിച്ച് ഹെൽപ്പ് മീ ടു ബി കംഫർട്ടബിൾ വിത്ത് ദ ലാംഗ്വേജ്. സോ നിങ്ങളും എന്തായാലും ഒരു 10 minutes എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു ബുക്കിൻ്റെ ഒരു 1 പേജോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ ആർട്ടിക്കിളോ വായിക്കാൻ വേണ്ടി മറക്കരുത്. ആൻഡ് ഈ റീഡിങ് അലൗഡിൽ എൻ്റെ ഫേവറേറ്റ് പാട്ടായിരുന്നു പാട്ടുകൾ ഒച്ചത്തിൽ പാടുക എന്നുള്ളത്. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സിംഗേഴ്സ് ഉണ്ട്, എസ്പെഷ്യലി ടൈലർ സ്വിഫ്റ്റിൻ്റെ ഒക്കെ പാട്ടുകൾ ആ ടൈമിൽ ഇറങ്ങിയതൊക്കെ എനിക്കെല്ലാം ബൈ ഹാർട്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ചിലപ്പോൾ വേണമെങ്കിൽ പാടും. സോ ഐ യൂസ് ടു ബൈ ഹാർട്ട് ദ ലിറിക്സ്, എന്നിട്ട് കരയൊക്കെ ഇട്ടിട്ട് ഒച്ചത്തിൽ പാട്ട് പാടും. സംടൈംസ് ഇഫ് ഐ ഡോണ്ട് നോ ദ ലിറിക്സ്, വാട്ട് ഐ ഡു ഇസ് ഐ പ്ലേ യൂട്യൂബിൽ ലിറിക്സ് ഉള്ള സോങ് പ്ലേ ചെയ്യും, ആൻഡ് ആ സിംഗറിൻ്റെ കൂടെ ഞാൻ ഒച്ചത്തിൽ ലിറിക്സ് നോക്കി പാട്ട് പാടും. ഇറ്റ് ആക്ച്വലി ഹെൽപ്പ് മീ എ ലോട്ട് ടു ബി വെരി ഫ്ലുവൻറ്റ്. ലാംഗ്വേജും പ്രൊനൗൺസിയേഷനും ഒക്കെ ഓക്കെ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു ആക്ടിവിറ്റി എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന മെത്തേഡ് എൻ്റെ ഫേവറേറ്റ് പാർട്ട് ഓഫ് ലേണിംഗ് ആയിരുന്നു. ഇംഗ്ലീഷ് ലേൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്ത ഒരു ഫേവറേറ്റ് പാർട്ടായിരുന്നു ഇമിറ്റേഷൻ. വാട്ട് ഐ ഡു ഇസ് ലൈക്ക് ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് സീരീസിൻ്റെ ഒരു 5 minutes ഞാൻ വാച്ച് ചെയ്യും. അതിനകത്ത് ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഇമോഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഞാൻ നന്നായിട്ട് അവരുടെ ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ നോക്കി പഠിക്കും. ആൻഡ് ദെൻ വാട്ട് ഐ ഡു ഇസ് ഐ മ്യൂട്ട് ദി ഓഡിയോ ആൻഡ് സബ് ടൈറ്റിൽസ് നോക്കിയിട്ട് അവർ പറയുന്ന അതേ എക്സ്പ്രഷൻ ആ ഒരു രീതിയിൽ തന്നെ ഞാൻ അത് കൺവേ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. ദിസ് ആക്ച്വലി ഹെൽപ്സ് മീ ടു ഇംപ്രൂവ് മൈ
confidence using English language. Fourth method is learning a new word every day. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കണമല്ലോ. ശരിക്കും കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞൊരു സ്കില്ലാണ്. ഇപ്പം നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ തോട്ട്സ് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റാത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയേണ്ടതെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വൊക്കാബുലറി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ ചാൻസസ് ഇല്ലാത്ത പോലത്തുള്ള വലിയ വലിയ ജാഗൺസോ അങ്ങനെയുള്ള വലിയ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വേർഡ് ഇപ്പം ചേഞ്ചിന് പകരം ചിലപ്പോൾ ഓൾട്രേഷനോ ഡെവലപ്ഡോ അല്ലെങ്കിൽ അപ്ഡേഷൻ, ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു വാക്ക് ഞാൻ എന്ത് ചെയ്യും? കണ്ടുപിടിച്ച് എഴുതും അന്നത്തെ ദിവസം. ഇതുപോലെ എനിക്ക് എൻ്റെ കോൺവെർസേഷനിൽ എൻ്റെ കരിയറിൽ എനിക്ക് ഹെൽപ്ഫുൾ ആവുന്ന പുതിയ പുതിയ വാക്കുകൾ ഞാൻ കണ്ടുപിടിക്കും. ആൻഡ് ഐ യൂസ് ടു ലേൺ ദം. ഞാൻ ചെയ്തിരുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങുന്നതിന് മുമ്പ് ജേർണൽസ് എഴുതുമായിരുന്നു. എൻ്റെ ഒരു ഡേ എങ്ങനെയാണ് ഞാൻ സ്പെൻഡ് ചെയ്തത് എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്ത് വെക്കും. അപ്പോൾ ഒരാൾക്ക് ഇംഗ്ലീഷിൽ കംഫർട്ടബിൾ ആയിട്ട് സംസാരിക്കാനായിട്ട് 3000 വാക്കുകളെങ്കിലും വേണം, വൊക്കാബുലറി വേണമെന്നാണ് പറയുന്നത്. സോ എനിക്ക് എൻ്റെ വൊക്കാബുലറിയിൽ എത്ര വേർഡ്സ് ഉണ്ടോ അത് വെച്ചിട്ടായിരിക്കും ഞാൻ എഴുതി വെക്കുന്നുണ്ടാവുക. സോ ഇവിടെ ഈ ജേർണൽ എഴുതിയതിന് ശേഷം ഞാൻ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ അതിൽ വളരെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പം ഒരു വലിയ സെൻറ്റൻസ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ടാവും. എനിക്കത് അറിയാത്തതുകൊണ്ടായിരിക്കും ഞാനതിങ്ങനെ വലിച്ചു നീട്ടി എഴുതി വെച്ചിട്ടുണ്ടാവുക. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടുപിടിച്ച് അണ്ടർലൈൻ ചെയ്ത് അതിനെ റീപ്ലേസ് ചെയ്യും. So this activity actually helped me to improve my vocabulary. So ഇതൊരു vocabulary ഇംപ്രൂവിങ് ഗെയിമും കൂടിയാണ്, ഒരു ആക്ടിവിറ്റിയും കൂടിയാണ്. പ്ലസ് എനിക്കത് ഒരു റിലാക്സേഷനുമാണ്. എൻഡ് ഓഫ് ദി ഡേ ഒരാളോട് എൻ്റെ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അതുകൂടാതെ ഞാനിങ്ങനെ ചെറിയ ചെറിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ എൻ്റെ സ്ക്രിപ്റ്റിലും വരുത്തുമായിരുന്നു. സോ ദിസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി സിക്സ്ത് ആൻഡ് ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ഐ ഡിഡ് ടു മൈസെൽഫ് വാസ്, എനിക്ക് ഞാൻ സ്പേസ് കൊടുത്തിരുന്നു. തെറ്റിക്കാനും അതേപോലെ തന്നെ തെറ്റ് വന്ന് ആരെങ്കിലും കളിയാക്കിയാലും ഒന്നും കുഴപ്പമില്ല, മിസ്റ്റേക്സിലൂടെ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ റിയലൈസ് ചെയ്തതിന് ശേഷമാണ് ശരിക്കും ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് തുടങ്ങിയത്. ചില ഓപ്പർച്യൂണിറ്റീസിലൊക്കെ പോയി നിന്ന് സംസാരിക്കാൻ ട്രൈ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഹാർട്ട് അടിച്ച് പൊട്ടാൻ പോകുന്ന പോലെ തോന്നി, കൈയൊക്കെ ഫുൾ സ്വെറ്റ് ആവും, കാല് ഷിവർ ചെയ്യും, ഇങ്ങനെ ഒരു ബോഡി മൊത്തം ഒന്ന് ക്ഷീണമാകുന്ന പോലെയൊക്കെ തോന്നും. അത്രയും പ്രഷറിലാണെങ്കിലും ഞാൻ നിന്ന് സംസാരിക്കാൻ ഓക്കെ ആയതുകൊണ്ടാണ് ഇന്ന് ഈ ഇത്രയും നാളുകൾക്ക് ശേഷം കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് ഓഡിയൻസിന് മുമ്പിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി പറ്റുന്നത്. പല ആൾക്കാരും ഇപ്പോഴും ആ ജേർണിയിൽ സ്റ്റക്കായിരിക്കുന്നത് ആ ഫിയറിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി കോൺഫിഡൻ്റ് അല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് നമ്മുടെ ലൈഫിൽ എന്ത് പേടിയുണ്ടെങ്കിലും അതിൽ അഡ്രസ്സ് ചെയ്യാനൊരു ട്രൈ ചെയ്യാത്തിടത്തോളം കാലം എന്നും നമ്മൾക്ക് അതൊരു ഫിയർ ആയിട്ട് തന്നെ ഇരിക്കും. പല ആൾക്കാരും ലൈഫിലും കരിയറിലും മുന്നോട്ട് വരാത്തതിൻ്റെ റീസണും ഇതാണ്. എനിക്ക് പേടിയാണ്, എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ള രീതിയിലേക്കൊക്കെ ഭയങ്കര ഡൗട്ടായിട്ടിരിക്കുകയാണ്. സോ ഐ വുഡ് സേ പ്ലീസ്, ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റീസ് ആണെങ്കിൽ, ഇപ്പം നിങ്ങളുടെ നാട്ടിലൊരു ഇവൻറ്റ് നടക്കുന്നുണ്ട്, അത് കോർഡിനേറ്റ് ചെയ്യുക, അതിലൊരു ചെറിയൊരു കാര്യം സംസാരിക്കുക, ആങ്കർ ചെയ്യുക, തെറ്റിച്ചോട്ടെ, നോ പ്രോബ്ലം, ഗോ ഗിവ് ഇറ്റ് എ ട്രൈ. Okay, so this has helped me totally to improve my confidence communicating with people. അത് ഏതൊരു ഭാഷയിലാണെങ്കിലും. സോ നിങ്ങളും എന്തായാലും ഗിവ് ചാൻസ്, മിസ്റ്റേക്ക് us okay. ഏതൊരു സ്കില്ലും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തെറ്റും. സോ ദിസ് ഈസ് മൈ ഫൈനൽ ടിപ്പ് ഫോർ യു. ഓക്കെ, ഇനി നിങ്ങൾക്കിത് സ്വന്തമായിട്ട് ചെയ്യാനൊരു കോൺഫിഡൻസ് ഇല്ല, യു വോണ്ട് സപ്പോർട്ട്സ്, എക്സ്പേർട്ടുകളുടെ അടുത്ത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുക എന്നല്ല, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓപ്പോസിറ്റുള്ള ആളിലേക്ക് എത്തണം. അതൊരു ആർട്ടാണ്. സോ ഈ ഒരു ആർട്ട് നിങ്ങൾക്ക് എക്സ്പേർട്സിൻ്റെ അടുത്ത് നിന്ന് പഠിക്കണമെങ്കിൽ വി ആർ റണ്ണിങ് എ 2 months ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ക്ലാസ്. ആൻഡ് ടു ജോയിൻ ഐ വിൽ ഷെയർ ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. ആ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി. ടീം കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ജോയിൻ ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 6 ടിപ്സ് ഒരു 1 month കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങളൊന്ന് ചെയ്തിട്ട് ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ ജസ്റ്റ് കോമൻറ്റ് ഹിയർ, ഞാൻ ബാക്കി നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ ഇഫ് ഇറ്റ് ഹെൽപ്സ്, ഡു കമൻറ്റ്, ഗിവ് എ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആസ് വെൽ. സോ ഗൈസ്, ഞാനിവിടെ വൈൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വീഡിയോ സജഷൻസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട ഏതെങ്കിലും ഒരു ടോപ്പിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ അത് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ തന്നെ അത് ക്ലിയർ ചെയ്യാം. സോ ഐ ഹോപ്പ് യു ഗൈസ് ഹാവ് സ്റ്റാർട്ടഡ് വർക്കിംഗ് യുവർ സെൽഫ്. ഇപ്പം തന്നെ ഈ ടിപ്സ് ഒക്കെ നോട്ട്സ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വീഡിയോ, ഡു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് ബൈ.